നമസ്കാരം. വേറിട്ട കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക്, നേർക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. സ്വന്തം വീട്ടിൽ ഒരു സൈനിക മ്യൂസിയം ഒരുക്കി ഒരു ബാങ്ക് ജീവനക്കാരനുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കടുത്തുള്ള കുണ്ട്യം സ്വദേശിയായ മധു ചീമേനി. മധു ചീമേനിയുടെ യുദ്ധങ്ങളുടെ വിലാപകത പറയുന്ന ആ മ്യൂസിയ വിശേഷങ്ങൾ നേർക്കാഴ്ചയിൽ കാണാം. യുദ്ധവിരുദ്ധ ആൽബങ്ങൾ ഒരുക്കി യുദ്ധത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനവുമായിട്ടാണ് മധു തൻ്റെ ഈ ഉദ്യമം ആരംഭിച്ചത്. പിന്നീടത് ഒരു വാർ മ്യൂസിയമായി, സൈനിക മ്യൂസിയമായി ഇന്ന് വളർന്നിരിക്കുന്നു. സ്വന്തം വീട്ടിലൊരുക്കിയ ഈ സൈനിക മ്യൂസിയം തയ്യാറാക്കുന്നതിന് പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മധു എങ്ങനെയാണ് യാത്രയായത് എന്നറിയണ്ടേ? ചെറുപ്പം മുതൽ തന്നെ ഒരു പട്ടാളക്കാരനാവണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അപ്പം പഠിക്കുന്ന കാലത്ത് ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് തന്നെ ഒരു യുദ്ധത്തിൻ്റെ ആൽബമാണ് ആദ്യം നിർമ്മിച്ചത്. യുദ്ധത്തിനെക്കുറിച്ചുള്ള ഫോട്ടോ വാർത്തകളടങ്ങിയ ഒരു ആൽബം. അതിൽ നിന്നാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു മ്യൂസിയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. പിന്നീട് കുറേ യുദ്ധങ്ങളെക്കുറിച്ച് കുറേ യുദ്ധങ്ങൾ ഉണ്ടായ സമയം, ഗൾഫ് യുദ്ധം, കുവൈത്ത് യുദ്ധം, കാർഗിൽ യുദ്ധം, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, ഇറാഖ് യുദ്ധം, ഇങ്ങനെ പല യുദ്ധങ്ങൾ നമ്മളെ ഇടയിൽ ഇങ്ങനെ നടക്കുകയും ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു 10-15ഓളം ആൽബങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചു. ആൽബത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണ ഫോട്ടോ മാത്രം ഉപയോഗിച്ചാണ് ആൽബം ഉണ്ടാക്കുക. ഞാൻ നിർമ്മിച്ച ആൽബം എന്ന് പറഞ്ഞാൽ അന്നന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ചിത്രങ്ങളും അടങ്ങിയ ആൽബമാണ് ഉണ്ടാക്കിയത്. അത് ഒരു യുദ്ധത്തിൻ്റെ ആദ്യത്തെ ചർച്ച തൊട്ട് അതിൻ്റെ ആ യുദ്ധം അവസാനിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ആൽബത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണം, ഒരു കാർഗിൽ യുദ്ധം നടക്കുന്ന 99 നടന്ന കാർഗിൽ യുദ്ധത്തിൻ്റെ ആദ്യത്തെ ചർച്ച തൊട്ട് അതിൻ്റെ അവസാനം വരെ നമുക്ക് ഈ ആൽബത്തിൽ കൂടി യുദ്ധങ്ങളെക്കുറിച്ച്, കാർഗിൽ യുദ്ധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ആൽബത്തിൻ്റെ രൂപം ഉണ്ടായത്. അതിനുശേഷം ഈ ആൽബം നമ്മളെ വീട്ടിൽ വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇത് സമൂഹത്തിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആൽബം കൂടുതലും ഒരു പട്ടാള മ്യൂസിയത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെതായ ലൈബ്രറിയിലേക്കോ മറ്റ് ലൈബ്രറിയിലേക്കോ എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ പല ആൾക്കാരുമായി ബന്ധപ്പെട്ട്, സൈനിക ഉദ്യോഗസ്ഥരുമായി പല ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം നമ്മൾക്ക് മേജർ ഓഫീസറായിട്ട് പരിചയപ്പെടാൻ ഇടയിൽ അങ്ങനെ മദ്രാസ് റെജിമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാനൊരു അവസരമുണ്ടായി. അപ്പം ഈ ആൽബം അവിടെ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിനായിരുന്നു അവിടെ ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ച് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളും മദ്രാസ് റെജിമെൻറ്റിലെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. ആ മ്യൂസിയത്തിൽ കയറി അവിടെ ഉണ്ടായ മ്യൂസിയം കണ്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മ്യൂസിയം, നമുക്ക് പൊതുവായിട്ടൊരു മ്യൂസിയം നാട്ടിൽ വേണം. അതായത് പട്ടാളക്കാരുടെ ത്യാഗങ്ങളും അവരുടെ കഥകളും ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും ഈ പട്ടാളക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അത്തരം ഒരു മ്യൂസിയം നമുക്കൊരു ഉപകാരപ്രദമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ മ്യൂസിയത്തിലേക്ക് കടന്നത്. അങ്ങനെ അവിടെ കണ്ട ആ മ്യൂസിയം കണ്ടതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ സുഹൃത്തുക്കളായ പല പട്ടാളക്കാരും അങ്ങനെ പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു. അവരോട് കുറേ സാധനങ്ങൾ ചോദിക്കുകയുണ്ടായി. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, നമുക്ക് തരാൻ പറ്റുന്ന ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച സാധനങ്ങൾ. അങ്ങനെ ഉത്സാഹത്തോടു കൂടി എൻ്റെ ഈ ആഗ്രഹം അവരോട് പറഞ്ഞ സമയത്ത് അവരെല്ലാവരും എനിക്ക്, ഓരോ ആൾക്കാരും പല അവരുടെ കയ്യിലുള്ള പല സാധനങ്ങൾ എനിക്ക് തന്നു. അങ്ങനെ തന്ന് അതിനുശേഷം അവർ മുഖേന പല ഉദ്യോഗസ്ഥന്മാരായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഒരുപാട് സാധനങ്ങൾ നമുക്ക് തരികയുണ്ടായി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു മ്യൂസിയം ഇവിടെ നിർമ്മിക്കാനുള്ള ഒരു വഴി ഒരുക്കിയത്. വീട്ടിലൊരുക്കിയ ഈ സൈനിക മ്യൂസിയത്തിൻ്റെ, വാർ മ്യൂസിയത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം, ഒപ്പം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങളും
ആയുധങ്ങളും പട്ടാളക്കാരുപയോഗിച്ച മറ്റു ഉപകരണങ്ങളുമെല്ലാം ഏതൊക്കെ അവസരങ്ങളിലാണ്, എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് പട്ടാളക്കാർ ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ? ഇത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന മെസ്റ്റിൻ ബോക്സ് എന്ന് പറയും. അതായത് ഇവർ യുദ്ധരംഗങ്ങളിലോ മറ്റ് പ്രശ്നങ്ങളിലോ പ്രശ്നബാധിതകൾ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സാണ് ഇത്. ലഞ്ച് ബോക്സാണ്, പിന്നെ മെസ്റ്റിൻ ബോക്സാണ് പറയുന്നത്. ഇത് വേറെ ഒരു ഉപയോഗം കൂടിയുണ്ട്. അതായത് നമ്മൾ യുദ്ധസമയത്ത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയ കാട്ടിലോ അല്ല മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ചൂടാക്കി കഴിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോക്സും കൂടിയാണ് ഇത്. ഇതിൻ്റെ പേര് മെസ്റ്റിൻ ബോക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിൻ്റെ വേറൊരു പുതിയ മോഡലാണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, സാധാരണ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലാണ് ഇത്. ഇതിനകത്ത് 1 ലിറ്ററോളം വെള്ളം മാത്രമേ ഇതിനകത്ത് കൊള്ളൂ. അതേപോലെ വേറൊരു വാട്ടർ ബോട്ടിലാണിത്. ഇതിൻ്റെ പേര് ചാകൽ എന്നാണ്. ഇതൊരു ക്ലോത്താണ്. ഇത് ഉപയോഗിക്കുന്ന 2.5 ലിറ്ററോളം വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന, സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ പേര് ചാകൽ എന്നാണ്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് മരുഭൂമിയിലൊക്കെ നമ്മൾ പട്ടാളക്കാർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വെള്ളം ചൂടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് വെള്ളം നിറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം നിറച്ച് ഇത് കയറുകൊണ്ട് കെട്ടി ഒരു മരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്യുന്നത്, ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഇതിനെ ബഡാ ബാഗ് എന്ന് പറയും. ഈ സാധനത്തിന് ബഡാ ബാഗ്, ഇത് പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ബാഗാണ്, ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഇത് ചോട്ടാ ബാഗ് എന്ന് പറയും. 2 തരം ബാഗുകളാണ്. ഇതിനെ പൗച്ച്, ഇത് പൗച്ച് എന്ന് പറയും. അതായത് നമ്മളെ മുമ്പിൽ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ടാവും, 2 സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇത് പൗച്ച് എന്ന് പറയും. അതുപോലെ ഇത് ആംഗ്ലറ്റ് എന്ന് പറയും. ഇത് പഴയ കാലത്ത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന കാലിന് കെട്ടുന്ന സാധനമാണ്. അതായത് കൂടുതൽ ഇങ്ങനെ പാമ്പ് കടി ഏൽക്കാതിരിക്കാനും മറ്റു വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കെട്ടുന്നത്. ഇതിൻ്റെ പേര് ആംഗ്ലറ്റ്. ഇതിന് പകരം ഇപ്പം ബൂട്ട് എന്ന ആംഗ്ലറ്റ് ബൂട്ടായി, മോലോളവിലെ ബൂട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിപ്പം ഉപയോഗിക്കുന്നില്ല. ഇപ്പം പുതിയ തരം ബൂട്ടുകളാണ് ഇപ്പം പട്ടാളക്കാർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ക്രോസ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഈ ക്രോസ് ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഈ ക്രോസ് ബെൽറ്റ്. ഇതിന് കുറേ കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് കുറേ എഴുത്തുകളുണ്ട്. അതായത് ഒരു റെജിമെൻറ്റ് പങ്കെടുത്ത എത്രത്തോളം യുദ്ധങ്ങളുണ്ട്, ആ യുദ്ധങ്ങൾ പങ്കെടുത്ത സ്ഥലങ്ങളും അതിൻ്റെ വർഷങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് ക്രോസ് ബെൽറ്റ് എന്നാണ്. അതുമാത്രമല്ല, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ കൈമാറാനുള്ള, ഉദ്യോഗസ്ഥർ തമ്മിൽ മെസ്സേജ് കൈമാറാനുള്ള ഒരു ബോക്സും കൂടിയാണ് ഇതിൻ്റെ കൂടെയുള്ളത്. ഇതിൻ്റെ പേര് ക്രോസ് ബെൽറ്റ് എന്നാണ്. ഇത് എന്ന് പറയുന്നത് ഫേസ് നെറ്റാണ്. ഇത് ഫേസ് നെറ്റ് എന്ന് പറഞ്ഞാൽ മുഖത്ത് ഇവർ എവിടെയെങ്കിലും നമ്മൾ അതിർത്തി കാക്കാനോ മറ്റുള്ള സ്ഥലങ്ങളിലോ നിൽക്കുന്ന സമയത്ത് മുഖത്ത് ഇടുന്ന ഒരു സാധനമാണ് ഫേസ് നെറ്റ് എന്ന് പറയുന്നത്. ഇത് ഇവരെ മുഖത്ത്, അതായത് പ്രാണികളോ അല്ലെ കൊതുകളോ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ മുഖത്ത് കടിക്കാതിരിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫേസ് നെറ്റ് ഉപയോഗിക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. സ്ലീപ്പിംഗ് ബാഗ്, ഇതിൻ്റെ പേര് സ്ലീപ്പിംഗ് ബാഗ് എന്നാണ്. അതായത് ഇത് നമ്മൾ ഇവർ പട്ടാളക്കാർ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പം പിന്നെ ഇതിനകത്ത് കയറി കിടക്കാൻ വേണ്ടി പുതപ്പിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത്. ഇത് പഴയകാല കമ്പിളിയാണ്. ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒറിജിനൽ കമ്പിളിയാണ് ഈ സാധനം. അതേപോലെ തന്നെ ഗരം ഷർട്ട് ഉണ്ട്. ഇതും ഈ ചെമ്മരിയാട് ഇതുപോലുള്ള മൃഗങ്ങളുടെ രോമം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് ഇത്. ഗരം പാൻറ് എന്ന് പറയും. ഇതിൻ്റെ തന്നെ ഷർട്ടും ഉണ്ട്, പിന്നെ ഗരം പാൻറ് എന്നാണ് പറയാം. ഡെറി, ഇത് വിരിച്ച് കിടക്കാൻ ഉപയോഗിക്കും. പിന്നെ ഈ ലേ ഔട്ടിന്, ഇവരെ ഇൻസ്പെക്ഷൻ ലേ ഔട്ടിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഡെറി എന്ന് പറയും. ഇതൊക്കെ പട്ടാളക്കാർ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇത് വിവിധതരം ബൂട്ടുകളാണ്. ഓരോ ആർമീൻ്റെ വിവിധതരം ബൂട്ടുകളാണ് ഇത് എടുക്കുന്നത്. ഇത് സ്നോ ബൂട്ട് എന്ന് പറയും. അതായത് ഇത് മഞ്ഞിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് സ്നോ ബൂട്ട്. ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചൂടിന് ഇവിടെ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ഉരുകിപ്പോയത്. ഇതിന് മഞ്ഞിൽ മാത്രം ഉപയോഗിക്കുന്ന ബൂട്ടാണ്. അതായത് നമ്മളെ ശരീര ഊഷ്മാവൊക്കെ മഞ്ഞിൽ നമുക്കധികം ചെരുപ്പിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ പ്രത്യേകത നമ്മളെ ശരീര ഊഷ്മാവൊക്കെ നിയന്ത്രിക്കുകയെല്ലാം ചെയ്യുന്ന സംഭവമാണ് ആ ബൂട്ടിൻ്റെ ഇടയിലെ സാധനമായത്. ഇതിൻ്റെ പേര് സ്നോ ബൂട്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ടാഗ് എന്ന് പറയുന്ന സാധനം. സൈനിക ടാഗ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു
പട്ടാളക്കാരൻ ഒരു യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാനുള്ള ഒരു ടാഗാണ് സൈനിക ടാഗ്. ഇത് അലുമിനിയത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇവരെ പേരുണ്ടാവില്ല, ഇവരെ നമ്പർ, ID നമ്പർ, അതുപോലെ ബ്ലഡ്, മതം, ഇതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇവർ ഈ ടാഗ് നോക്കിയിട്ടാണ് അവരെ തിരിച്ചറിയുന്നത്. വിവിധ ഇനം ആയുധങ്ങളുടെ മോഡലുകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബിൻ്റെ മാതൃകകൾ. ഇതൊക്കെ എത്ര കൃത്യതയോടെയാണ് ഇദ്ദേഹം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് വിവിധ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് സമ്മാനിച്ച നിരവധി ആയുധങ്ങളും അവരുടെ വസ്ത്രങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഇവിടെയുണ്ട്. അവയൊക്കെ സമാഹരിച്ചതിൻ്റെ പിന്നിലെ പ്രയത്നത്തെക്കുറിച്ച്. നമ്മളിപ്പം പട്ടാളക്കാരെന്ന് പറയുമ്പം പൊതുവെ ജനങ്ങളുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ഒരു യുദ്ധ ഭീതിയാണ്. പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി മാത്രമാണ് പട്ടാളക്കാരുടെ ത്യാഗങ്ങൾ ചെയ്യുന്നത്, ഡ്യൂട്ടി ചെയ്യുന്നതിലൊരു അപബോധം ശരിക്കും ജനങ്ങളിലുണ്ട്. അപ്പം ഏറ്റവും വലിയ വിനാശകരമായ 1945 നടന്ന ഒരു യുദ്ധമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച ആറ്റം ബോംബായ ലിറ്റിൽ ബോയും ഫാറ്റ്മാനും. അപ്പം ആ ഒരു 2 ബോംബിൻ്റെയും മാതൃകകൾ നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്, വീഡിയോകളിലും ചിത്രങ്ങളിലും നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഹിരോഷിമയിൽ വീണ 2 ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ, ഹിരോഷിമയിൽ നാഗസാക്കിയിൽ വീണ ലിറ്റിൽ ബോയ് ഫാറ്റ്മാൻ എന്ന ഈ അണുബോംബിൻ്റെ 2 മാതൃകകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ മ്യൂസിയം സന്ദർശിക്കുന്ന കുട്ടികൾക്ക് കാണാനും ഈ അണുബോംബിനെ കുറിച്ച് പഠിക്കാനും വേണ്ടിയാണ് ആ ഒരു മാതൃക നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ എല്ലാ സാധനങ്ങളും ഇവിടെ മ്യൂസിയത്തിലുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പം ക്രോസ് ബെൽറ്റ്, വടാ ബാഗ്, ചോട്ടാ ബാഗ്, പലതരം തൊപ്പികൾ, അതുപോലെ ബൂട്ടുകൾ, ഇവരെ യൂണിഫോമുകൾ, പലതരത്തിലുള്ള ബെൽറ്റുകൾ, കിറ്റുകൾ എന്ന് വേണ്ട ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പട്ടാളക്കാർ ഉപയോഗിച്ച ഒറിജിനൽ സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു സാധാരണക്കാരായ ഒരാൾക്കാർക്ക് ഇത്തരം സാധനങ്ങൾ ശേഖരിക്കുവാനോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല പട്ടാളക്കാരുമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ പ്രമുഖരായ നമ്മുടെ പല വ്യക്തികളും, അതായത് നമ്മളെ കാഞ്ഞങ്ങാടുള്ള കേണൽ ദാമോദർ സാറ്, അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ശൗര്യചക്ര അഴീക്കോട്, കണ്ണൂർ അഴീക്കോടുള്ള ശൗര്യചക്ര PV മനേഷ് സാറ്, അതുപോലെ മേജർ രവി സാറ്, പിന്നെ സുബൈദർ മേജർ സാറ്, ഇങ്ങനെ പല ആൾക്കാരെ, ആൻ്റണി സാറ്, ബിനു സാറ്, ക്യാപ്റ്റൻ ബിനു സാറ്, ഇങ്ങനെയുള്ള പല പ്രമുഖരായ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ മ്യൂസിയത്തിൽ സഹായിച്ചത്. അതായത് ഞാൻ ഇന്ത്യൻ ആർമിയോട് എനിക്കുള്ള ഒരു സ്നേഹവും ബഹുമാനവും അതിനോടുള്ള ആദരവും ഇതൊക്കെ കൂടി ഞാൻ ചെയ്ത പ്രവൃത്തികൾ കണ്ട് അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹവും ബഹുമാനം കൊണ്ടാണ് എനിക്ക് ഇവരൊക്കെ ഇത് തരാനില്ലേ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചത്. അവരിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തത് ഇതുവരെ. തൻ്റെ വീട്ടിലൊരുക്കിയ സാക്ഷ്യമെന്ന ഈ വാർ മ്യൂസിയം കാണാനെത്തിയ മുൻ സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പോൾ സർവീസിലുള്ള പട്ടാള ഉദ്യോഗസ്ഥരും ഇതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ. ഒപ്പം ഒരു ബാങ്ക് ജീവനക്കാരൻ മാത്രമായ തനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംരംഭം വളർത്തി വലുതാക്കാൻ കഴിഞ്ഞത്, അതിന് പിന്നിലുള്ള പ്രയത്നത്തെക്കുറിച്ച്, അതിന് കുടുംബം, ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം നൽകിയ പിന്തുണയെക്കുറിച്ച്. ഈ ഫീൽഡിൽ ഒരു 35 വർഷത്തോളമായി ഞാനിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആൽബങ്ങളും മറ്റുള്ള ശേഖരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ടാണ്, 2022 നമ്മളിങ്ങനെ ഒരു സാക്ഷ്യം എന്ന പേരിൽ ഒരു മ്യൂസിയം ഇങ്ങനെ വീട്ടിൽ തുടങ്ങിയത്.
ഇത് റിട്ടയർഡായ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, കേണൽ, മേജർ, പിന്നെ സുബേദാർ മേജർ, അങ്ങനെ പല റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പല റിട്ടയർഡായ ജവാന്മാരും അവരിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചത്, അങ്ങനെ ഒരു മ്യൂസിയമാക്കി മാറ്റിയത്. ഒരു സാധാരണക്കാരനായ ഒരു ജവാനല്ലാത്ത ഞാൻ ഇത്തരം ഒരു മ്യൂസിയം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കേരളത്തിൽ, ഇന്ത്യയിൽ അല്ലാതെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് മാധ്യമങ്ങളും വന്ന ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പം ഇന്ത്യയിലായാലും പിന്നെ മറ്റെവിടെയായാലും പിന്നെ ഇങ്ങനെ ഒരു മ്യൂസിയം, ഒരു പട്ടാള മ്യൂസിയം കാണണമെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നല്ലൊരു പട്ടാള മ്യൂസിയമായിട്ട് ഇത് പൊതുജനങ്ങൾക്ക് കാണാനുള്ള ഒരു വേദി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഈ സാമ്പത്തിക ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ബാങ്ക് ജീവനക്കാരനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ പൈസ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഇതിന് ചിലവാക്കുന്നത്. നമ്മളെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നീക്കി വെക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലെ എൻ്റെ ഫാമിലി, ഭാര്യ, മക്കൾ എല്ലാവരും ഇതിന് പൂർണ്ണ പിന്തുണ തരുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഊർജ്ജം, അവരുടെ ഊർജ്ജം കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ഇപ്പം 3 വർഷമായിട്ട് കാർഗിൽ ദിനം, അതുപോലെ ആഗസ്റ്റ് 15, ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പബ്ലിക് ദിനം, ഇങ്ങനെയുള്ള ദിനങ്ങളിലൊക്കെ നമ്മൾ പതാക ഉയർത്തിയും അത് കാർഗിൽ ദിനം നല്ല രീതിയിൽ വിജയദിനം ആഘോഷിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത റിട്ടയർഡായ 2 പട്ടാളക്കാരെ ആദരിക്കുകയും അതുപോലെ നാട്ടിലുള്ള ചുറ്റുപാടുള്ള ജനങ്ങളെ വിളിച്ച് അവരെ യുദ്ധത്തിൻ്റെ ഭീകരതയും അതുപോലെ പട്ടാളക്കാരുടെ ത്യാഗങ്ങളുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ നല്ലൊരു ക്ലാസ്സും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ആൽബങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, യുദ്ധ ആൽബങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾ, മക്കളായ ഇവർ എവിടെ നിന്നെങ്കിലും ഒരു പേപ്പർ കട്ടിങ് കിട്ടിയാൽ അത് ഉടനെ ശേഖരിച്ച് എനിക്ക് കൊണ്ടുതരാറുണ്ട്. അതുപോലെ പല കാര്യങ്ങളും മിലിറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് കണ്ടാൽ അവർ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ശ്രമിക്കാറുണ്ട്. എൻ്റെ ഈ പ്രയത്നം കണ്ടിട്ട് തന്നെ അവരും എൻ്റെ കൂടെ ഫുള്ള് സപ്പോർട്ടിലാണ് എല്ലാവരും. ഭാര്യ രജനി ആയാലും, മൂത്ത മകൻ ആകാശ്, രണ്ടാമത്തെ മകൻ ജഗന്നാഥ്, ഇളയാൾ ശിവദത്ത്, ഇങ്ങനെ 3 മക്കളാണ് എനിക്കുള്ളത്. ഇവരെയൊക്കെ എല്ലാവരും നല്ല പിന്തുണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിയം നല്ല രീതിയിൽ കൊണ്ടുപോകാനും അതുപോലെ അവർക്ക് പരിചയമുള്ള അവരുടെ കുട്ടികളെയും കൂടെ പഠിക്കുന്ന കുട്ടികളെയും എല്ലാവരും ഇത് പരിചയപ്പെടുത്താനും അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ മ്യൂസിയത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും അവർക്ക് ഇപ്പം കഴിയുന്നുണ്ട്. അതൊരു നല്ലൊരു പ്രചോദനം തന്നെയാണ് എനിക്ക്. അതുപോലെ നമ്മളിപ്പം ഇത് കണ്ട് നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പല ഉദ്യോഗസ്ഥരുമായിട്ട് പരിചയപ്പെടുകയും അതുകൊണ്ട് തന്നെ എനിക്ക് മദ്രാസ്, ഇന്ത്യയിലത്തെ ആദ്യത്തെ ഏറ്റവും വലിയ റെജിമെൻ്റാണ് മദ്രാസ് റെജിമെൻറ്റ്, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. ആ റെജിമെൻറ്റിൽ പോകാനും അവിടെ താമസിക്കാനും അതൊക്കെ കാണാനുള്ളൊരു സൗകര്യം, ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. യുദ്ധവിരുദ്ധ ആൽബങ്ങളുടെ പ്രദർശനം 2-3 ഇടങ്ങളിൽ മധുവിന് നടത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ വാർ മ്യൂസിയത്തിൻ്റെ പ്രദർശനം ഒരിടത്ത് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിന് കാരണങ്ങളുണ്ട്. ഈ മ്യൂസിയം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും യുദ്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അത് ഫസ്റ്റ് വേൾഡ് വാർ തൊട്ട് ഇതുവരെ കഴിഞ്ഞ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോകളും അതിൻ്റെ വിവരണങ്ങളും ആയിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ, അത് പിന്നെ അങ്ങനെ കർണാടക ജില്ലയിലുമായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, സ്കൂളുകൾ, പൊതുസ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഈ ഫോട്ടോ പ്രദർശനം നടത്തിയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഭീകരത തുറന്നു കാട്ടുക എന്നാണ് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഫോട്ടോ പ്രദർശനം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ മ്യൂസിയം ഉണ്ടാക്കിയത്. മ്യൂസിയം ഉണ്ടാക്കിയാൽ തന്നെ മ്യൂസിയം ഒരു സ്ഥലത്ത് മാത്രമേ പ്രദർശനം നടത്തിയുള്ളൂ, ചീമേനിയിൽ. ആ മ്യൂസിയം നടത്തുമ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ സാമ്പത്തിക ചെലവ്, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ഇത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോകാനുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂസിയം ഇവിടുന്ന് എടുത്ത് വേറൊരു പ്രദർശനം നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്വന്തമായിട്ട് കേരളത്തിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒരു നല്ലൊരു പബ്ലിക്കായിട്ടൊരു മ്യൂസിയം നിർമ്മിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമ്മൾ ഈ മ്യൂസിയം ഉണ്ടാക്കിയതിനെ കൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോകാനോ ഒന്നുമല്ല, ജനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇന്ത്യൻ ആർമിയിലേക്ക് ചേരാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ മ്യൂസിയം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സൈന്യത്തെക്കുറിച്ച് അറിയാനും അവരുടെ ത്യാഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി രാജ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാം നമ്മൾ തയ്യാറാകണമെന്നുള്ള ബോധ്യം കൂടി കുട്ടികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന സന്ദേശം കൂടിയാണ് ഞാൻ എൻ്റെ ഈ മ്യൂസിയത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ചും പട്ടാളക്കാരുടെ സേവനങ്ങളെക്കുറിച്ചും യുവതലമുറയിൽ മതിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷ്യമെന്ന ഈ വാർ മ്യൂസിയം പൊതുജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ വികസിപ്പിക്കണമെന്ന് മധുവിന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും അതാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ മ്യൂസിയം കൊണ്ട് ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ബെഡ്റൂമിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും പട്ടാളത്തോടുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണ്, അവരോടുള്ള ആദരവ് കൊണ്ടാണ്, അവരോടുള്ള സ്നേഹവും ബഹുമാനം, നമ്മളെ ഇന്ത്യ രാജ്യത്തിന് കഷ്ടപ്പെടുന്ന പട്ടാളക്കാരുടെ ത്യാഗങ്ങൾ, അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ നമ്മളെ ബെഡ്റൂമുകളിൽ അവരുടെ വിയർപ്പിൻ്റെ മണം, ശരിക്കും പറഞ്ഞാൽ അവരുടെ വിയർപ്പിൻ്റെ മണമാണ് നമ്മുടെ റൂമിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മ്യൂസിയം കൊണ്ട് നമ്മുടെ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രദേശത്തുള്ള നാട്ടുകാരെയും ഇവിടെ വരുന്ന അടുത്തുള്ള സ്കൂളിലെ കുട്ടികളെയും പട്ടാളത്തിൻ്റെ ത്യാഗങ്ങളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും, പട്ടാളം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും, കുട്ടികൾക്ക് ഇതിനോടുള്ള പ്രചോദനം, പട്ടാളത്തിലേക്ക് ചേരാനുള്ള പ്രചോദനം എല്ലാം ഉണ്ടാക്കി കൊടുക്കാനും ഒരു പരിധി വരെ നമ്മുടെ പ്രദേശത്ത് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ടർണോഡോസ് അക്കാദമി എന്ന ഒരു അക്കാദമി ചീമേനിയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ശൗര്യചക്ര PB മനേഷ് സർ അവരുടെ നേതൃത്വത്തിലാണ് അക്കാദമി തുടർന്നുകൊണ്ടത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുള്ള ആ ഒരു അക്കാദമി നമുക്ക് ചീമേനിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നോക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും സാറ് എന്നെ കൂടി അതിൽ ക്ഷണിച്ച്, അതുകൊണ്ട് 30-38 കുട്ടികൾ ആ അക്കാദമിയിലേക്ക്, പെൺകുട്ടികളും ആൺകുട്ടികളും അക്കാദമിയിലേക്ക് വരുന്നുണ്ട്. അതിന് കൊടുക്കുന്ന മനേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള റിട്ടയർഡായ പട്ടാളക്കാർ തന്നെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. രാവിലെ 6 മണി തൊട്ട് 8-9 മണി വരെ രാവിലെ എല്ലാ ദിവസവും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പം ഈ ആർമിയിലേക്കും എയർഫോഴ്സിലേക്കും നേവിയിലേക്കും കയറാനും സാധിച്ചിട്ടുണ്ട്. ടർണോഡോസ് അക്കാദമിയാണ് അതിൻ്റെ പേര്. അത് സാറിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ നമുക്ക് അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഈ മ്യൂസിയം കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ചെറിയൊരു റൂമിലായതുകൊണ്ട് നമുക്ക് ആൾക്കാരോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളോ വരുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ വേറൊരു വലിയൊരു ഹാളാക്കി തരാനോ ഒരു ബിൽഡിംഗ് ആക്കി തരാനോ നമുക്ക് സ്വന്തമായിട്ട് കെട്ടാനോ സാധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ചുറ്റുപാടിലെ സ്ഥലങ്ങളിൽ, അത് ചുറ്റുമുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു ചെറിയ ഹാള് ഉണ്ടാക്കി അതിനകത്ത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുറമേ വരുന്ന ആൾക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഒരുപാട് സാമ്പത്തിക ചെലവ്, ഏകദേശം അതിൻ്റെ ഒരു ബഡ്ജറ്റ് 5 ലക്ഷത്തോളം സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡായ ജവാന്മാർ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ കാണുന്ന ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാ ജവാന്മാരും ഈ ഒരു ചെറിയൊരു ഹാള് ഇവിടെ നിർമ്മിച്ച് തരാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, പട്ടാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. മധു ചീമേനിയുടെ സാക്ഷ്യമെന്ന വാർ മ്യൂസിയത്തിൻ്റെ വിസ്മയ ലോകത്ത് നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുന്നു മറ്റൊരു കാഴ്ചയിലേക്ക്. നേർക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.